എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ മെം സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. വാക്യശുദ്ധിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. വാക്യശുദ്ധി എന്താണെന്നും അതിൻ്റെ ഗ്രാമർ വശങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാക്യശുദ്ധിക്കകത്ത് വന്നു പോകാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഒരു 2-3 തെറ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് നിന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രീവിയസ് ആകുന്ന ആഴക്കടലിൽ മുങ്ങിത്തപ്പി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് കൂടെ ഒന്ന് സോൾവ് ചെയ്ത് പോകാം. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നു, 2 ഓപ്ഷൻസ് തമ്മിലുള്ള കൺഫ്യൂഷൻസ് കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മലയാളത്തിനകത്തുള്ള വാക്യശുദ്ധി പോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 ഓപ്ഷൻസിൽ നമുക്ക് സംശയം തോന്നും, അല്ലേ? ഇതായിരിക്കുമോ, ഇതും വരാമല്ലോ, ഇതും കണ്ടിട്ട് ശരിയായിട്ട് തോന്നുന്നല്ലോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് കാരണം നമ്മൾ ഈ വാക്യശുദ്ധി പോലെയുള്ള ടോപ്പിക്സ് നമ്മൾ തെറ്റിച്ചു പോകാറുണ്ട് ഓപ്ഷൻസ് തമ്മിൽ. ആ ഒരു തെറ്റ് എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കുന്ന 2ാമത്തെ ഓപ്ഷനിനകത്തുള്ള ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ക്രമത്തിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പ്രക്രമഭംഗം എന്താണ് ആ സെൻറ്റൻസിലെ, അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ശബ്ദ പൗനരുക്ത്യം എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് 2 ഓപ്ഷൻസ് എ ആണോ ബി അല്ലേ, എയും ബിയും ശരിയായിട്ട് എനിക്ക് തോന്നുന്നല്ലോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ടൊരു മെത്തേഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാനിവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിനകത്ത് 3 ഓപ്ഷൻസ് ഉണ്ടാകും. 3-ൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷനും വരാതെ ഇരിക്കുന്ന മിടുക്കന്മാരും മിടുക്കത്തികളും ഉണ്ട്. എന്നാലും സംശയം വരുന്നവരും ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിടുക്കന്മാർക്കും മിടുക്കത്തികളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഒന്ന് ആൻസേഴ്സ് ഒന്ന് പഠിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിൻ്റെ 3 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ആ 3 ഓപ്ഷൻസിൽ ഏതാണ് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ അത് മാത്രം ഫിഗർ ഔട്ട് ചെയ്ത് വിടുക അല്ല നമ്മൾ ചെയ്യുന്നത്. തെറ്റാണ് എന്ന് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ ശരിയായിട്ട് എഴുതാമെന്ന് കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇനി എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൺഫ്യൂസിങ് ഓപ്ഷൻസ് കിട്ടിയാൽ, അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി ഒരിക്കലും കൺഫ്യൂസ് ആവാൻ പോകുന്നില്ല. കാരണം നമ്മളെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് കുഴിയെ കൊണ്ട് ചാടിക്കുന്ന ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ശരിയാക്കാം എന്നുള്ള മാർഗം കൂടെ പഠിച്ചാണ് നമ്മൾ പോകുന്നത്, അല്ലേ? നമ്മളെ പറ്റിക്കാൻ ഇനി PSCക്ക് സാധിക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുൻപ് വന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ, എന്താണ് വാക്യശുദ്ധി, വാക്യം എന്താണ്, വാക്യവിഭാഗം എന്താണ്, വാക്യങ്ങളിൽ വന്നു പോകാവുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ചിലർ കരുതും ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യുമല്ലേ, എനിക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്, ഇരുന്നിട്ടാണ് നമ്മൾ കാല് നീട്ടാനുള്ളത്. അപ്പോൾ ഇരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പലകകൾ നിങ്ങൾ ആദ്യം കാണുക. അതാണ് ആദ്യം തന്നിരിക്കുന്ന ആ ക്ലാസ്. അവിടെ ഒന്ന് ഇരിക്കുക. ഇരുന്നതിന് ശേഷം വിശാലമായിട്ട് കാല് നീട്ടിയിരുന്ന് ഈ വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്ത് എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർട്ട് 2 എന്ന് പറയുന്ന ക്ലാസ് മുതൽ കണ്ടു നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം പഠിപ്പിക്കുമ്പോൾ എല്ലാ ആൻസേഴ്സും ഓർമ്മ കാണും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം. അത് തോന്നാതിരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് എനിക്ക് വേണ്ടിയെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ കാണുക. അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് തെറ്റുകുറ്റങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള ട്രിക്സ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ തെറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പഠിച്ചുകൊണ്ട് വന്ന് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. നോക്കിക്കോണേ. നോക്കൂ, 1ാമത്തെ വാക്യം നോക്കൂ. ശ്രദ്ധിച്ചാണ് വായിക്കാനുള്ളത്. ഒരു പരീക്ഷാ ഹാളിലിരുന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് എടുക്കൂ. പക്ഷേ കൺഫ്യൂഷനും പിന്നെ ടെൻഷനും കാരണം നമ്മൾ ഈ ശരിയൊന്നും കാണില്ല, തെറ്റു മാത്രം നമുക്ക് ശരിയായിട്ട് തോന്നും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, അതിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ വായിക്കാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് നിങ്ങൾ മാറ്റി വയ്ക്കുക. സമാധാനത്തോടു കൂടി വായിക്കുക. ശരി, നോക്കൂ.
സ്കൂളിൽ മരിച്ച മാനേജറെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കൂ, സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. ഓപ്ഷൻ 1 രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഓക്കെ, നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ നോക്കിക്കേ, സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. എന്താണ് അവിടുത്തെ തെറ്റ്? സ്കൂളിൽ മരിച്ച മാനേജരോ? അപ്പോൾ അവിടെ എന്താ അതിൻ്റെ അർത്ഥം? മാനേജർ ഒന്നുകിൽ ആ സ്കൂളിൽ വെച്ച് കൊല്ലപ്പെട്ടു, അല്ലെ പുള്ളി അറ്റാക്ക് വന്ന് തട്ടിപ്പോയി. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ വെച്ച് ഏതോ കാരണത്താൽ അപായപ്പെട്ട അല്ലെ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് മരിച്ചു പോയപ്പോൾ അനുശോചിച്ചു. ആര്? അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ സമ്മേളിച്ച് പ്രമേയം പാസാക്കി. ഇതിലെന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? സ്കൂളിൽ മരിച്ച മാനേജറോ എന്നുള്ള ഒരു സംശയം നമുക്ക് അവിടെ ഉണ്ടാകാം. സോ ഈ സെന്റൻസ് തെറ്റാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് ഉത്തരം കണ്ടെത്തണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിലേക്ക് പോവാമേ. രണ്ടാമത്തെ നോക്കൂ, സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. ഇപ്പോൾ ഇവിടെ കലോത്സവം അരങ്ങേറുകയാണ്, തലസ്ഥാന നഗരിയിൽ കലോത്സവം അരങ്ങേറുകയാണ്. അപ്പോൾ എന്താണ്, സമർത്ഥരായിട്ടുള്ള കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? A ഗ്രേഡും 1ാം സ്ഥാനവും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. ഒരുപാട് പേര്, ചിലർ ഒരേ 2-3 മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് A ഗ്രേഡ് നേടുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയുള്ള കുട്ടികളാണ്? സമർത്ഥരായ കുട്ടികൾ. അവർക്ക് കിട്ടുന്ന വിലപിടിപ്പുള്ള സമ്മാനം എന്താണ്? ഈ കിട്ടുന്ന പോയിന്റുകളാണ് അല്ലേ. അപ്പോൾ സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. സോ ആ സെന്റൻസ് ശരി. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടെത്തി നമ്മൾ കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ ഓപ്ഷനും കൂടി ഒന്ന് നോക്കാം. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. എന്താ അവിടുത്തെ കുഴപ്പം? അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അധ്യാപകൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അധ്യാപകനെ അല്ലേ ശിക്ഷിക്കാനുള്ളത്? കുട്ടിയാണോ ശിക്ഷിക്കാനുള്ളത്? വിദ്യാർത്ഥിയാണോ ശിക്ഷിക്കാനുള്ളത്? അപ്പോൾ ആ സെന്റൻസ് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കർത്താവ് കർമ്മം ക്രിയ എന്താണ്? പ്രക്രിയ ഭംഗം കൊണ്ടുണ്ടാകുന്ന തെറ്റാണിതെന്ന് വേറെ ആര് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മെമ്മിലെ പിള്ളേർ തിരിച്ചറിയുമില്ലേ. അപ്പോൾ എന്താണ്? അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്നുള്ളതിലെ തെറ്റെന്താണ്? അധ്യാപകൻ പഠിച്ചില്ലെങ്കിൽ അധ്യാപകനെയാണ് ശിക്ഷിക്കാനുള്ളത്, വിദ്യാർത്ഥിയെ അല്ല. സോ സെന്റൻസ് തെറ്റാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. 3 മാത്രം ശരി. 3 ശരിയാണോ? തെറ്റ്. 2 മാത്രം ശരി. 2 ശരിയാണല്ലോ? ശരിയാണ്. അപ്പോൾ അത് ഓക്കെ. 1 മാത്രം ശരി. 1 മാത്രം ശരിയാണോ? 1 തെറ്റാണ്. 2ഉം 1ഉം മാത്രം ശരി. 2ഉം 1ഉം ശരിയല്ല. 2 മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ. ഇവിടുത്തെ ശരി ഉത്തരം ബി, 2 മാത്രം ശരി എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ മറ്റ് ആൻസർ കൂടി നമ്മൾ കാണുന്നുണ്ടെന്ന്. ഒന്ന് നോക്കിക്കുമ്പോൾ ആ ഓപ്ഷൻസിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നുകൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ശരി, നോക്കിക്കോണേ. എങ്ങനെ ഇത് ശരിയാക്കാം? ഇതിനെ ചെറുതായിട്ടൊന്ന് ഓർഡർ മാറ്റിയാൽ മതി. എങ്ങനെ ഓർഡർ മാറ്റാടെ? നോക്കിക്കോ. മരിച്ച മാനേജരെ അനുശോചിച്ച് സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി എന്ന് മാറ്റണം. എങ്ങനെയാണ് മാറ്റേണ്ടുന്നത്? മരിച്ച മാനേജറെ, ഓക്കെ, ഏതോ ഒരു മാനേജർ മരിച്ചുപോയി. മാനേജറെ അനുശോചിച്ച് സ്കൂളിൽ ആരൊക്കെയാ ചേർന്നത്? അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ക്രമം. അതുകൂടെ അങ്ങ് എഴുതി വെച്ചേ എല്ലാവരും. ഒരു കുഴപ്പവും ഇല്ല, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ആളാണ്, നാളെ ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി ഇരിക്കേണ്ട ഓഫീസറാണ്, എനിക്ക് ഈ ഇരട്ട വരയിട്ട ബുക്കിനകത്ത് ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല എന്നുള്ള നാണക്കേടൊന്നും വിചാരിക്കേണ്ട.
നിങ്ങൾ എഴുതി വെക്കുക. ഇതിനേക്കാളും ചെറിയ നുറുങ്ങ് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ എഴുതി വെക്കുക. ആ നുറുങ്ങായിരിക്കും നിങ്ങളെ റാങ്കിൽ എത്തിക്കുക. അപ്പോൾ നോക്കൂ, ഇതിനെങ്ങനെ തിരുത്തി നമ്മൾ? സ്കൂളിൽ മരിച്ച മാനേജറെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. തെറ്റ്. മരിച്ച മാനേജറെ അനുശോചിച്ച് സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി. ഓക്കെ, ശരിയായല്ലോ. ഇനി അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചത് നമുക്ക് ശരിയാക്കണമല്ലോ. ചുമ്മാതിരിക്കുന്ന ആ കൊച്ചിന് അടി കിട്ടിയാൽ നമുക്ക് ശരിയാക്കണ്ടേ? ശരിയാക്കണം. എങ്ങനെ ശരിയാക്കാം? അധ്യാപകൻ, ചെറുതായിട്ട് ഈ വിദ്യാർത്ഥിയുടെ സ്ഥാനം അങ്ങ് മാറ്റാമേ നമുക്ക്. അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. അല്ലെങ്കിൽ പഠിക്കാത്തതിന് അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഓക്കെ, രണ്ട് രീതിയിൽ എഴുതാം. എന്താ പറഞ്ഞത്? ഒന്നുകിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു എന്നാക്കാം, അല്ലെങ്കിൽ പഠിക്കാത്തതിന് അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഓക്കെ, ആര് പഠിക്കാത്തതിനാണ്? പഠിക്കാത്തതിന് അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അല്ലെങ്കിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ എന്തിന് ശിക്ഷിച്ചു? പഠിക്കാത്തതിന് ശിക്ഷിച്ചു എന്നാക്കാം. ഇപ്പൊ ശരിയായില്ലേ? അധ്യാപകന്റെ പേരിലുള്ള ആരോപണം നമ്മൾ നീക്കം ചെയ്തിരിക്കുകയാണ്. പിന്നെ കുട്ടിക്ക് നീതിയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് തുടർന്നുള്ള ക്വസ്റ്റ്യൻസും നോക്കാം. ഇതെവിടെ വന്നതാണെന്ന് ഇവിടെ നോക്കിക്കോണേ നിങ്ങൾ. ഇത് 2023 ഓഫീസ് അറ്റൻഡർ LDC മെയിൽ വാർഡർ എന്ന് പറയുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻ ആണ്. ശരി, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? 2023 തമിഴ് മലയാളം LDCക്ക് ചോദിച്ച ചോദ്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കൂ, താഴെ പറയുന്നവയിൽ ശരിയായ രൂപം ഏതാണ്? ഓപ്ഷൻ എ നോക്കൂ. പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. നോക്കൂ, പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. പണ്ടുകാലത്തെ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. സി നോക്കൂ, പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഡി നോക്കൂ, പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇതിൽ ഏതാണ് ശരിയുത്തരം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആദ്യമേ ഞാൻ ആൻസർ പറയാം. ആദ്യമേ ആൻസർ പറയണോ? ഓക്കെ, ആൻസർ പറയാം. ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എങ്ങനെ വരാമെന്ന് നോക്കാമേ. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. നോക്കിക്കോളൂ. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ആരറിഞ്ഞിരിക്കണം എന്നാണ്? ചരിത്രകാരന്മാർ അറിഞ്ഞിരിക്കണം. എന്താണ്? പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. കാര്യം അവരാണ് എന്തെഴുതുന്നത്? ചരിത്രം എഴുതുന്നവർ അല്ലേ? അല്ലെങ്കിൽ ചരിത്രം നിർമ്മിക്കുന്നവർ, ചരിത്ര പുസ്തകങ്ങൾ നിർമ്മിക്കുന്നവർ. ചരിത്രവുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് ആധികാരികമായി പറയുന്നവരാരാണ്? ചരിത്രകാരന്മാരാണ്. സോ അതുകൊണ്ട് തന്നെ അവരെന്താണ്? നിർബന്ധമായും പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം. അതിന് ചേരുന്ന സെന്റൻസ് ഏതാണെന്ന് പറഞ്ഞു? സി ആണ്. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ കുഴപ്പമെന്ന് നോക്കാം. പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ചരിത്രകാരന്മാർ അന്നുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമായിരുന്നു എന്നാണ്. ഓക്കെ, പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി. അതായത് ഇവിടെ പ്രാധാന്യം ആർക്കാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചരിത്രകാരന്മാർ പണ്ടൊക്കെ, ഇപ്പോഴും നിർബന്ധം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് കാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി, പണ്ട് കാലത്തും നിലവിലുള്ളത്, അത് തമ്മിൽ ഒരു വല്ലാത്ത ഒരു അരോചകമായിട്ട് ആ സെന്റൻസ് തോന്നുന്നില്ലേ? പണ്ട് കാലത്ത് നിലവിലുള്ള, പണ്ട് കാലത്ത് നിലവിലുണ്ടായിരുന്ന എന്നാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അല്ലേ? അല്ലാതെ പണ്ട് കാലത്ത് നിലവിലുള്ള പണ്ട് കാലത്ത് നിലവിലുള്ള എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു പ്രയോഗ രീതിയാണ്. അതിന് നമുക്ക് എങ്ങനെ ശരിയാക്കാം? പണ്ട് നിലവിൽ ഉണ്ടായിരുന്ന ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്നാണെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് ശരിയെന്ന് പറയാം. എങ്ങനെയാ ശരിയാക്കേണ്ടതെന്ന് നോക്കിക്കോണേ. പണ്ട് കാലത്ത് ഓപ്ഷൻ എയുടെ
ഓപ്ഷൻ എയെ എങ്ങനെ തിരുത്തി എഴുതാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു, അത് ആദ്യമേ മാർക്ക് ചെയ്തോണേ. എ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കാം. നോക്കൂ, പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കട്ടെ. ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ മാറ്റി എഴുതുന്നതാണ്. പണ്ട് നിലവിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇത് വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു ശരിയായ സെന്റൻസിന്റെ മാതൃകയാണ്. ഇനി അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം. പഴയ കാലത്തെ ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. വരാൻ സാധ്യതയുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾ എഴുതി വെച്ചോ. പഴയ കാലത്തെ പ്രീവിയസ് നമ്മൾ പോയ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണണോ? ആ പേജ് ഒന്ന് കാണണോ? കാണിച്ചു തരാമേ. എന്തായിരുന്നു? പണ്ടേ നിലവിലുള്ള എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എന്നുള്ളതാണ് അർത്ഥം. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി, സി അല്ല ഡി ആണ്. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളതിലുള്ള തെറ്റെന്താണ്? അവിടെ ഈ ഇപ്പ കിടപ്പുണ്ട്. മനസ്സിലാക്കിയേ പറ്റൂ മതി, പറ്റൂ വേണ്ട. ഓക്കെ, മനസ്സിലാക്കിയേ പറ്റൂ, കണ്ടോ അവിടെ അക്ഷരത്തെറ്റുമുണ്ട്. അപ്പോൾ അതല്ല ഓപ്ഷൻ എന്നുള്ളത് നമുക്കറിയാം. പോസിബിൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് സിയിലുള്ള പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി എന്താണ് ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത്. പിന്നെ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള ആൻസർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പണ്ട് നിലവിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി ഈ സെന്റൻസിനെ ശരിയായിട്ട് ഒരു രീതിയിലും കൂടി എഴുതാം, അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പഴയ കാലത്തെ ഐതിഹ്യങ്ങളെ പറ്റി, ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പഴയ കാലത്തെ ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ള രണ്ട് ആൻസേഴ്സ് കൂടെ നമ്മൾ കണ്ടു. പണ്ട് നിലവിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. അതായത് പണ്ട് നിലവിലുണ്ടായിരുന്നത് ഇന്നില്ല എങ്കിൽ കൂടിയും അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ എന്താണ്? പഴയ കാലത്തെ ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ. ഇന്ന് ചരിത്രം എഴുതുന്നവരാണെങ്കിലും പഴയ കാലത്തെ ഐതിഹ്യങ്ങൾ എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് അത് മാർക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തം ചരിത്രകാരന്മാർക്കുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുക. വ്യക്തമാണല്ലോ? ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. നോക്കൂ, വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. ഓപ്ഷൻ എ നോക്കൂ. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. ഇനി അടുത്ത നോക്കൂ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. സി നോക്കിക്കോണേ. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഓക്കെ, ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇതിലെ ശരിയായ സെന്റൻസ് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ ശരിയാണോ നോക്കൂ. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ. എന്താണ് ഇവിടുത്തെ കുഴപ്പം? എന്താണ്? വേറെയും കിടക്കുന്നു, ഗത്യന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ തന്നെ വേറെ എന്നാണ് അർത്ഥം. പിന്നെ വേറെയും അന്തരവും കൂടെ പ്രയോഗിക്കണോ? വേണ്ട. വേറെയും അന്തരവും ഒരുമിച്ച് അവിടെ ആവശ്യമില്ല. അപ്പോൾ ഒന്നുകിൽ എങ്ങനെ പ്രയോഗിക്കാം? വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ലേ എന്ന് പ്രയോഗിക്കാം. അല്ലെങ്കിലോ പിന്നെ എങ്ങനെ പ്രയോഗിക്കാം? ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. ഒന്നുകിൽ വേറെ മാത്രം പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ എന്ന് മാത്രം പ്രയോഗിക്കണം. അപ്പൊ അത് തെറ്റാണ്. ഇനി ബി നോക്കൂ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാളെന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകനോ സഹപ്രവർത്തകയോ. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ എന്നുകൂടെ നമ്മൾ എക്സ്ട്രാ
എക്സ്ട്രാ പ്രയോഗിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ ഇവിടെ വന്നത്? ശബ്ദ പൗനരുക്ത്യം വന്നില്ലേ? അർത്ഥ പൗനരുക്ത്യം വന്നില്ലേ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ എന്താ നോക്കൂ, ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം എന്താണ് എന്ന് പറഞ്ഞാൽ വേണ്ട അളവ്. അത്ര എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുക. തോത് എന്ന് പറയുമ്പോഴും അവിടെ അളവ് എന്നുള്ള പ്രയോഗം വന്നു. അത്രയും തോതും ഒരുമിച്ച് പ്രയോഗിക്കണോ? വേണ്ട, തെറ്റാണ്. അപ്പോൾ അതും തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റ്, ബി തെറ്റ്, സി തെറ്റ്. ഡി നോക്കാം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. നോക്കൂ, എന്തെങ്കിലും തെറ്റുണ്ടോ? ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അവരെടുത്ത തീരുമാനം ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും എന്താണ് സ്വീകാര്യമായിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ ആ സെന്റൻസ് എന്താണ്? ശരിയാണ്. നമ്മുടെ ശരിയായിട്ടുള്ള സെന്റൻസ് ഓപ്ഷൻ ഡി ആണ്. ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ഓപ്ഷൻസിന്റെ ആൻസർ കൂടി നമുക്ക് കണ്ടുവയ്ക്കണ്ടേ? ശരി, കണ്ടുവയ്ക്കാം. നോക്കിക്കോളൂ. ഓപ്ഷൻ എ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഓപ്ഷൻ എ എന്തായിരുന്നു? വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ. അതിന് നമുക്ക് എങ്ങനെയാ ശരിയാക്കാൻ കഴിയുന്നത്? എയെ നമുക്ക് എങ്ങനെ ശരിയാക്കാം? വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അതാണ് ശരിയായ രൂപം. ഇനി എന്തായിരുന്നു ബി എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി അല്ലേ? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലിയും ചെയ്യുന്നയാളെ പിന്നെ ഞാൻ സഹപ്രവർത്തകൻ എടുത്തുകൂടെ പറയണോ? വേണ്ട, അത് തെറ്റാണ്. അതിനെ എങ്ങനെ ശരിയാക്കാം? എൻ്റെ ഒരു സഹപ്രവർത്തകനെ. ശരിയായ ഓപ്ഷൻസ് എഴുതി വെക്കണേ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാ മധ്യേ കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ, ശരിയായിട്ടുള്ള വാക്യഘടന. ഇനി സിയിലും ഒരു തെറ്റുണ്ടായിരുന്നു. എന്താണ്? ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ എന്താണ് ആഹാരം ലഭിച്ചിരിക്കണം, പോഷകാഹാരം ലഭിച്ചിരിക്കണം. അതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം? ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം. അല്ലെങ്കിലോ ഗർഭിണികൾക്ക് വേണ്ട തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും തെറ്റിക്കില്ല. ഷുവർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. നോക്കിക്കോളൂ, ഓപ്ഷൻ എ നോക്കിക്കോളൂ. പെട്ടെന്ന് ചെയ്യണം നമുക്ക്. ഓപ്ഷൻ എ, ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 100ൽ 99 വിജയിച്ചു. ഓപ്ഷൻ ബി നോക്കൂ. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. സിയുടെ ഓപ്ഷൻ നോക്കിക്കേ. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100ൽ 99% പേരും വിജയിച്ചു. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100ൽ 99% വിജയിച്ചു. ഓക്കെ, ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ തെറ്റെന്ന് നോക്കാം. ഓപ്ഷൻ എയുടെ തെറ്റെന്താണെന്ന് നോക്കൂ. തെറ്റാണോ ശരിയാണോ നോക്കാം. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെയേറെ വർധനവ് കാണുന്നു. ഓക്കെ, ഉണ്ടായിക്കോട്ടെ. വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു. വിദ്യാർത്ഥികളിൽ 100ൽ 99% വിജയിച്ചു എന്നുള്ളതിന് പകരം എങ്ങനെ പ്രയോഗിക്കാം ഇവിടെ? അതിനെ 99% പേരും വിജയിച്ചു എന്ന് നമുക്ക് പ്രയോഗിക്കാം. അപ്പൊ 100ൽ 99 എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. ഇനി അങ്ങനെ പ്രയോഗിച്ച് കാണാറുണ്ട്. എങ്ങനെയാണ്? പല നോട്ടീസുകളിൽ അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ അങ്ങനെ പ്രയോഗിച്ച് കാണാറുണ്ട്. ശരിക്കും ആ സെന്റൻസ് തെറ്റാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. ഇനി ബി നോക്കിക്കേടെ. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99%
വിജയിച്ചു. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? 99% എന്ന് പറഞ്ഞാൽ 1% പേര് മാത്രമേ തോറ്റുപോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വിജയിച്ചു എന്നുള്ളതാണ്. ആ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണേ. ഇനി വേറെ ശരിയുണ്ടോ എന്ന് നോക്കാം. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100-ൽ 99% പേരും, 100-ൽ 99 എന്ന് പറഞ്ഞാൽ തന്നെ 99%. പിന്നെ അവിടെ ഒരു ശതമാനം കൂടെ വേണം അവിടെ? ഇല്ല, അത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കിക്കോ, ഡി നോക്ക്. ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ ഏറെ വർധനവ് കാണുന്നു. 100-ൽ 99%. 100-ൽ 99% പേരും എന്നിവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പേരില്ലെന്നേ ഉള്ളൂ, വീണ്ടും ആ ശതമാനം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണിടെ? ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ ഇതെല്ലാം തന്നിരിക്കുന്നത് ഒരേ സെന്റൻസ് തന്നെ ആയതുകൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ശരിയായി വരാൻ സാധ്യതയുള്ള ഒറ്റ സെന്റൻസേ ഉള്ളൂ. വേറെ വേറെ ഓപ്ഷൻസ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ മാറ്റി എഴുതി പറയേണ്ടത്. ഇവിടെ അപ്പോൾ ഒറ്റ സെന്റൻസ് തന്നെ മാറ്റി കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇത്തവണത്തെ SSLC പരീക്ഷാ ഫലത്തിൽ വളരെ വർധനവ് കാണുന്നു. വിദ്യാർത്ഥികളിൽ 99% വിജയിച്ചു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളൂ. ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവൾ വളരെ മനോഹരിയായിരുന്നു, എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു. ബി നോയിക്കോ. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട്. ദൂരം വളരെ കൂടുതലായിരുന്നു, എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലേ. അവൻ എല്ലാ കൊല്ലവും 1ാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം 2ാമതായി പോയി. ഓക്കെ, ഇതിലെ ശരിയായ ഓപ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള യത്നത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കിക്കോളൂ, 1ാമത്തതിന്റെ കുഴപ്പം എന്താ നോക്കണേ. അവൾ വളരെ മനോഹരിയായിരുന്നു, എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാടേ? മനോഹരികളായിട്ടുള്ള എന്നെ പോലത്തെ ആൾക്കാർക്കൊന്നും മനസ്സ് പരിശുദ്ധമല്ല നല്ലേടേ. അവൾ വളരെ മനോഹരിയായിരുന്നു, എന്നാൽ മനസ്സ് പരിശുദ്ധമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മനോഹരിയായിട്ടുള്ള ആരുടെയും മനസ്സ് പരിശുദ്ധമായിരിക്കത്തില്ല എന്നല്ലേടെ അതിൻ്റെ അർത്ഥം? അത് അപമാനിക്കലല്ലേ? അതുകൊണ്ട് അത് തെറ്റാണ്. അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ? സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധമായ മനസ്സുണ്ടാകാൻ പാടില്ലേ? ഉണ്ടാകാം. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ പറയാമേ വഴിയേ. അത് നോക്കിക്കോളൂ. അല്ല, ശരിയായിട്ടുള്ള എന്താണ് ആ വാക്യക്രമം എന്താണെന്ന് ഞാൻ പറയാം. നോക്കിക്കോളൂ. ബി നോക്കൂ. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട്. എന്തോ ഒരു കുറ്റം അയാൾ ചെയ്തതുപോലെയാണ്. എന്താണ്? നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായിട്ടും എന്നാൽ ശ്രദ്ധയോടെയും, അതായത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരുത്തൻ കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുന്ന ഒരുത്തനെ കൊണ്ട് ശ്രദ്ധയോടെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം എങ്ങാണ്ടേ ഉള്ളത് കണക്കാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്നാൽ ശ്രദ്ധയോടെ, എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെയ്യുന്നയാൾ ഒരിക്കലും ശ്രദ്ധയോടെ ചെയ്യാറില്ല എന്നുള്ള ഒരു ധ്വനി അതിൽ കിടപ്പുണ്ട്. അപ്പൊ അത് തെറ്റല്ലേ? തെറ്റാണ്, നെഗറ്റീവാണല്ലേ അത്. നിങ്ങളൊരു വാക്യശുദ്ധി കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴേ ആ സെന്റൻസിന്റെ അകത്ത് നിന്നൊരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും കണ്ടെത്താൻ കൂടെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഒരു പരിധി വരെ അത് നിങ്ങളെ ഈ വാക്യശുദ്ധി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എല്ലാം പഠിച്ചതിന് ശേഷം ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പിന്നീട് തെളിഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ അതിലൊരു നെഗറ്റീവ് ഒരു കണ്ടന്റ് അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് തെറ്റായ ഓപ്ഷൻ ആയിരിക്കാനാണ് 90% സാധ്യത. ശരി, നോക്കിക്കോ. ഇനി സി നോക്ക്. ദൂരം വളരെ കൂടുതലായിരുന്നു, എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു. ഇത് ആരോ കുറ്റവും പഴിയും ഒക്കെ പറയുന്ന പോലെ ഉണ്ടല്ലേ. ദൂരം വളരെ കൂടുതലായിരുന്നു, എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു. എന്നാൽ അപ്പോൾ എന്താണ്? ഭയങ്കര ദൂരം, ഒരുപാട് ദൂരം അങ്ങ് സഞ്ചരിച്ചങ്ങ് ആഫ്രിക്ക വരെ പോയി, പക്ഷെ യാത്ര നന്നായിരുന്നു. എന്താ അപ്പൊ അവിടെ പ്രശ്നം എന്താണ്? യാത്ര നന്നായിരുന്നെങ്കിൽ എന്താ പറയേണ്ടുന്നത്? എങ്കിലും എന്ന് പ്രയോഗിക്കണമായിരുന്നു അല്ലേ. ദൂരം കൂടുതലായിരുന്നെങ്കിൽ എന്ത്? വളരെ നല്ല യാത്രയായിരുന്നു എന്ന് പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ദൂരം വളരെ കൂടുതലായിരുന്നു, എന്നാൽ യാത്ര വേണ്ടത്ര നന്നായിരുന്നു എന്ന് കേൾക്കുമ്പോൾ കൊള്ളത്തില്ലായിരുന്നു യാത്ര എന്നൊരു തോന്നലുണ്ടാകും. ആ സെന്റൻസും തെറ്റ്. അടുത്ത നോക്ക്. അവൻ എല്ലാ കൊല്ലവും 1ാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം 2ാമതായി പോയി. ശരിയല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? അവൻ എല്ലാ കൊല്ലവും 1ാമതായിരുന്നു. ഓക്കെ, അവൻ ഓൾവേസ് എന്താണ്? ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവനാണ്. എന്നാൽ ഇക്കൊല്ലം 2ാമതായി പോയി. പക്ഷെ എന്ത് പറ്റി? ഇക്കൊല്ലം 2ാമതായി പോയി. എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല.
സോ അതാണ് ശരി. 2023 KFDC ഫീൽഡ് ഓഫീസറായിട്ട് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. അതിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ബാക്കി ഓപ്ഷൻസിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ശരി, നോക്കിക്കോളൂ. ഓപ്ഷൻ എ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ അവൾ മനോഹരിയായിരുന്നു. അവൾ മനോഹരിയായിരുന്നു, മനസ്സ് പരിശുദ്ധവുമായിരുന്നു. അല്ലെങ്കിൽ മാത്രമല്ല അവളുടെ മനസ്സും പരിശുദ്ധമായിരുന്നു എന്ന് പ്രയോഗിക്കാം. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട് എന്നെഴുതാം, അല്ലെങ്കിൽ ശ്രദ്ധേയമായും വിവരിച്ചിട്ടുണ്ടെന്ന് എഴുതാം. എങ്ങനെയാണെങ്കിലും ശരിയാണ്. ആ ഓപ്ഷൻസ് നമുക്ക് ആ ഒരു ഓപ്ഷനെ നമുക്കൊന്ന് ശരിയായിട്ട് എഴുതാൻ ശ്രമിക്കാം. നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധേയമായും വിവരിച്ചിട്ടുണ്ട് എന്ന് പ്രയോഗിക്കാം. ശരിയാണ്. ഇനി അടുത്ത നമുക്ക് സി എന്തായിരുന്നു? സിയുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദൂരം വളരെ കൂടുതലായിരുന്നെങ്കിലും എൻ്റെ കൂടെ എഴുതി വരണേ. ഇതിൻ്റെ നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടായിരിക്കണം മലയാളത്തിന്. ക്ലാസ്സിൽ ഇരിക്കുന്നത് കണക്ക് തന്നെ, 5ലും 6ലും ഒക്കെ ഇരിക്കുന്ന കണക്ക് തന്നെ വിർച്വലായിട്ട് വടി വെച്ച് ഞങ്ങൾ തല്ലാൻ നിൽക്കുവാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നോട്ടും ഒരു പേനയും ഒരു പെൻസിലും, ഇനി പെൻസിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തെറ്റ് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് മായ്ച്ചു കഴിഞ്ഞ് നമുക്ക് വീണ്ടും ശരി ഉത്തരം എഴുതാമല്ലോ. അപ്പോൾ പേനയും പേപ്പറുമായിട്ട് ഇരിക്കണേ. ദൂരം വളരെ കൂടുതലായിരുന്നെങ്കിലും എങ്ങനെ പ്രയോഗിക്കണം? കൂടുതലായിരുന്നെങ്കിലും, എങ്കിൽ പോലും, എന്താണ്? യാത്ര നന്നായിരുന്നു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയില്ലേ? നേരത്തെ എന്താ ഒരുമാതിരി ഒരു കുശുമ്പുകാരി സംസാരിക്കുന്നത് പോലെ ദൂരം വളരെ കൂടുതലായിരുന്നു എന്നാൽ യാത്ര നന്നായിരുന്നു എന്ന് പ്രയോഗിക്കുമ്പോൾ എന്തോ കുറ്റം പറയാൻ വേണ്ടി കാത്തിരുന്ന ഒരാൾ ആ യാത്രയെ പറ്റി സംസാരിക്കുന്ന ഒരു ടോൺ വരും അല്ലേ? അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കിട്ടിയ തെറ്റായ ഓപ്ഷൻസിന്റെ നേരെ അത് എഴുതി വെച്ച് ഇതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റ് അല്ലേ? ശരി, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തെറ്റില്ലാത്ത വാക്യം കണ്ടെത്തുക. ഇത് 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അന്ന് ഇത് എഴുതിയവർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ മുമ്പ് നമ്മൾ ഈ ജോലിയിലൊക്കെ കയറി ഇതൊക്കെ ഒരു നല്ല മെമ്മറി പോലെ ഓർക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി, ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ക്രാക്ക് ചെയ്യാൻ നോക്കാം. നോക്കൂ, തെറ്റില്ലാത്ത വാക്യം കണ്ടെത്തുക. എന്താണ് ഓപ്ഷൻ എയുടെ കുഴപ്പം? എന്താന്ന് നോക്കിക്കേ. കുഴപ്പമുണ്ടോ അതിന്? അവൻ മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ പ്രയോഗിക്കണോ? വേണ്ട, അത് തെറ്റാണ്. അവൻ മാത്രം വന്നു എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായ രീതി. അവൻ മാത്രമേ വന്നുള്ളൂ എന്നുള്ള ഒരു ശങ്കയിലിട്ടിങ്ങനെ നിർത്തേണ്ടെന്ന ആവശ്യമുണ്ടോ? ഇല്ല. എങ്കിൽ അത് എന്താവില്ല, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യത്തില്ല അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കിക്കേ. അവൻ ഒരു അക്ഷരം ഉരിയാടിയില്ല. അവനൊരു അക്ഷരം ഉരിയാടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല എന്നർത്ഥം. എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അവൻ ഉരിയാടാൻ തോന്നിയില്ല, ഉരിയാടിയില്ല, അത്രേ ഉള്ളൂ. ശരിയാണ്, സെന്റൻസ് ശരി. ഇനി സി നോക്കൂ. കേവലം ജലപാനം മാത്രം നടത്തി. ഇവിടെ ഒരു കേവലവും പിന്നെ ഒരു മാത്രവും. ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും കൂടെ വെക്കുന്നത് കണക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കേവലം ഒന്നുകിൽ എന്താണ്? കേവലം ജലപാനം നടത്തി, അല്ലെങ്കിൽ ജലപാനം മാത്രം നടത്തി. ഏതെങ്കിലും ഒന്ന് മതി. രണ്ടും കൂടി അവിടെ പ്രയോഗിച്ച് വെക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? ശബ്ദ പൗനരുക്തം ആവശ്യമുണ്ടോ? ഇല്ല. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിനകത്ത് നിന്ന് എറർ കണ്ടുപിടിച്ചിരിക്കണം. നിങ്ങൾ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കണം. ആദ്യത്തെ വീഡിയോയിലേക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ഇപ്പൊ തന്നെ ആദ്യത്തെ വീഡിയോയിലേക്ക് പൊക്കോ. എല്ലാം പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. 6 ക്വസ്റ്റ്യനല്ലേ ആയുള്ളൂ, ഇനിയും ധാരാളം കിടപ്പുണ്ട്. ശരി, നോക്കൂ. ഡി നോക്കിക്കോ. വെറും വെള്ളം മാത്രം കുടിച്ചു. ദേണ്ട പിന്നെ എന്താണ്? വെറും മാത്രം. എന്തിനാണ് ഒരു വെറും ഒരു മാത്രവും രണ്ടും കൂടെ പ്രയോഗിക്കുന്നത്? എന്തിനാണ്? ആവശ്യമില്ല അല്ലേ? അപ്പൊ എന്താണ്? ഒന്നുകിൽ വെറും വെള്ളം കുടിച്ചു എന്ന് പ്രയോഗിക്കുക, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചു എന്ന് പ്രയോഗിക്കുക.
ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് ഈ ഒരു സെന്റൻസിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അതൊരു അരോചകമായിട്ട് അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ട് അത് ഫീൽ ചെയ്യും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ഏതാണ്? അവൻ ഒരു അക്ഷരം ഉരിയാടിയില്ല, അവനൊന്നും മിണ്ടിയില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ശരിയായ ഓപ്ഷൻസ് ഞാൻ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. തെറ്റായിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻസിനെ ശരിയായ ക്രമത്തിൽ എഴുതുന്നു അപ്പുറത്ത്. ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് എന്താണ്? അവൻ മാത്രം വന്നു എന്നാണ് പ്രയോഗിക്കാനുള്ളത്. അവൻ മാത്രമേ വന്നുള്ളൂ എന്നുള്ളതല്ല, അവൻ മാത്രം വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ക്രമം. ഇനി അടുത്ത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്താണ്? കേവലം ജലപാനം മാത്രം നടത്തി. ഓക്കെ, ഏതായിരുന്നു അത്? സോറി, ഞാൻ ഓപ്ഷൻസ് മറന്നു. എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, സി ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. സി നോക്കിക്കേ. സി നമുക്ക് എങ്ങനെ തിരുത്തി എഴുതാൻ സാധിക്കും? കേവലം ജലപാനം നടത്തി. കേവലം എനിക്കും തെറ്റി. ജലപാനം നടത്തി. അല്ലെങ്കിൽ എങ്ങനെയാണ്? ജലപാനം മാത്രം നടത്തി, അങ്ങനെ കൊടുക്കുക. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓപ്ഷൻ ഡി തിരുത്തണമല്ലോ. ഡി എന്തായിരുന്നു? വെറും വെള്ളം മാത്രം കുടിച്ചു. രണ്ടും വേണ്ടല്ലോ, എന്ത് മാത്രം മതി? ഒന്നുകിൽ വെള്ളം മാത്രം കുടിച്ചു എന്ന് എഴുതുക, അല്ലെങ്കിൽ വെറും വെള്ളം കുടിച്ചു എന്ന് എഴുതുക. ഓക്കെ, തിരുത്തിക്കോളുമല്ലോ എന്നല്ല, തിരുത്തണം. ഓക്കെ, തെറ്റായ ഓപ്ഷൻസിനെ നമ്മൾ ശരിയായ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്, എഴുതി വെച്ച് തന്നെ പോവുക. ഓക്കെ, ക്ലിയർ ആണ്? ഡൗട്ടൊന്നുമില്ല. കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കൺഫ്യൂഷൻസ് മാറണമെങ്കിൽ പോസ് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ എടുക്കുക, കാണുക, പഠിക്കുക, തിരിച്ചു വരിക, വീണ്ടും ചെയ്യുക. ഓക്കെ, എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല. ചില പിള്ളേർ നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ മാത്സ് ചെയ്യുന്ന കണക്ക് ഒരു മാത്സ് പ്രോബ്ലം പഠിക്കും, അടുത്ത് പിന്നെ തരുന്ന എല്ലാ എക്സാമ്പിൾസിനും പേജ് മറിച്ച് വെക്കും, ആദ്യത്തതിൻ്റെ അതേ മോഡലിൽ എഴുതുന്നത് കണക്ക് എഴുതാൻ വേണ്ടി ഇരിക്കരുത്. ആദ്യത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, എങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയുക, ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. കൺഫ്യൂഷൻസ് വന്നാൽ മാത്രം വീണ്ടും ഒന്നുകൂടി ഒന്ന് നോക്കുക. ഓക്കെ, ആദ്യമേ എല്ലാം തറവായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മറിച്ചു നോട്ടം വേണ്ടി വരില്ല. നിങ്ങൾ റിവിഷൻസ് മാത്രം, പ്രാക്ടീസ് മാത്രം വേണ്ടി മതിയാവും. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ശരി, അടുത്തതിലേക്ക് പോകാം. നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2023 സബ് ഇൻസ്പെക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പോലീസുകാരൊക്കെ എഴുതിയ വലിയ കനമുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. മൊത്തം കോമഡിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. എന്ത് കഷ്ടമാണെന്ന് നോക്ക്. പുള്ളി എന്താണ് ആളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്ത് ദയനീയമായുള്ള കാര്യമാണല്ലേ. ഗർഭിണിയായ അവന്റെ, ആർക്കാ ഗർഭം? അവനാണ് ഗർഭം. പക്ഷെ ആരെ ആശുപത്രിയിലാക്കിയത്? അവന്റെ ഭാര്യ. അവൻ ഗർഭിണിയാണെന്നുള്ളതോ പോട്ടെ, അവൻ ആശുപത്രി പോലും കൊണ്ടുപോയില്ല. അവന്റെ ആരെയാ കൊണ്ടുപോയത്? ഭാര്യയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ശരിയാണോ? തെറ്റാണല്ലേ? തെറ്റാണ്. എന്താണ് പൊളിറ്റിക്കലി, പിന്നെ എന്താണ് സെന്റൻസ്, പിന്നെ നമ്മുടെ ഗ്രാമറ്റിക്കലി ഒക്കെ തെറ്റാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? ഭാര്യയെ അയാൾക്ക് സുഖമില്ലാത്തപ്പോൾ അയാളല്ലേ കൊണ്ടുപോകേണ്ടെന്ന്. ഇനി ബി നോക്കിക്കേ. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനമാണ് കേട്ടോ. വിജയ ശതമാനം ഇത്തവണ 100ൽ 95 എന്തായിരുന്നു അത്? ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം എന്നുകൂടെ കൊടുത്തിട്ട് 100ൽ 95 എന്നുകൂടെ കൊടുത്തു. രണ്ടും കൂടെ അവിടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. സെന്റൻസ് തെറ്റ്. ഇനി സി നോക്കിക്കേ. ഏകദേശം 388 പേർ യോഗത്തിൽ പങ്കെടുത്തു. ഒന്നുകിൽ ഏകദേശം 388ഓളം എന്നോ മറ്റോ പ്രയോഗിക്കുക. ഓളം പ്രയോഗിക്കുക. അതെന്താണ്? ഒരു അപ്രോക്സിമേറ്റ്ലി എന്നുള്ള കണക്കാണ്. അങ്ങനെ പ്രയോഗിച്ചാൽ അത് ശരിയാണ്. അല്ലാതെ ഏകദേശം എന്ന് പറയുകയും കൃത്യം ഒരു നമ്പർ പറയുകയും ചെയ്യുന്നത് തെറ്റാണ്. ഒന്നുകിൽ 388 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഏകദേശം 380ഓളം പേർ പങ്കെടുത്തു എന്ന് പ്രയോഗിക്കുക. അല്ലാതെ ഏകദേശം എന്നുള്ള പ്രയോഗം ഇവിടെ അനാവശ്യമാണ്. അതുകൊണ്ട് ആ സെന്റൻസും തെറ്റ്. അവനെ നമ്മൾ പറഞ്ഞു കേട്ടു. ഇനി ആരാ ബാക്കിയുള്ളത്? ഡി ഉണ്ട്. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്നു എന്നാണ് കേട്ടോ. മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. എന്തെങ്കിലും തെറ്റുണ്ടോ?
എന്തെങ്കിലും തെറ്റുണ്ടോടെ? ഒരു തെറ്റുമില്ല അല്ലേ? വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറുക. ഒരു തെറ്റുമില്ല. ശരി, അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ ഏതാണ്? ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ഡി വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള ബാക്കി 3 എ ബി സി ആ സെന്റൻസുകളെ എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ശരി, എന്നെക്കാളും മുന്നേ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാനിവിടെ ശരിയാക്കാം. ശരി, നോക്കിക്കോളൂ. എങ്ങനെയാണ് ഓപ്ഷൻ എ ശരിയാക്കുക? അവൻ്റെ ഗർഭിണിയായ ഭാര്യയെ. ഇപ്പൊ ശരിയായില്ലേ? ഒരു കാര്യമില്ലാതെയല്ല ആ പെങ്കൊച്ചിനെ ആശുപത്രിയിലാക്കിയത്. അവളായിരുന്നു ഗർഭിണി. അവൻ്റെ ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിലാക്കി. ശരിയായില്ലേ? ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ബി ശരിയാക്കാം. ഓക്കെ, 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 95 ഓക്കെ, 100 വേണ്ട, 95 മതി അല്ലേ? അതായത് 100ൽ 95 എന്നുള്ളത് വേണ്ട, 95 മാത്രം മതി. വിജയ ശതമാനമാണ്. ശതമാനം എങ്ങനെയേ വരത്തുള്ളൂ? ഏതെങ്കിലും ഒരു നമ്പറേ വരത്തുള്ളൂ. അപ്പൊ അതെന്താണ്? 95% എന്നിവിടെ നമ്മൾ പ്രയോഗിക്കുന്നു. അപ്പൊ അത് ശരിയായി. ഇനി അടുത്തൊരുത്തനും കൂടെ ഉണ്ടല്ലേ, സിയിലൊരുത്തൻ ഇരിപ്പുണ്ട്. അവനെയും കൂടെ നമുക്കൊന്ന് ശരിയാക്കണം. എന്താണ്? ഏകദേശം 388 പേർ യോഗത്തിൽ പങ്കെടുത്തു. 388 ഒരു കൃത്യമായ നമ്പറാണല്ലേ? പിന്നെ അവിടെ ഏകദേശം എന്തിനാണ്? ഒരാവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഏകദേശം എന്ന് പറഞ്ഞൊരുത്തിന് ഇരിപ്പില്ലേ, അവനെ നമുക്കങ്ങ് ചവിട്ടി അങ്ങ് പുറത്താക്കാം. എന്നിട്ട് എങ്ങനെ എഴുതണം? 388 പേർ. കൃത്യമായ ഒരു നമ്പർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം അവിടെ ആവശ്യമില്ല. 388 പേർ യോഗത്തിൽ പങ്കെടുത്തു. എന്താണ്? യോഗത്തിൽ പങ്കെടുത്തു എന്ന് നമ്മൾ ആ സെന്റൻസിനെ തിരുത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻ്റെയും ശരിയായ ആൻസറും തെറ്റായ ഓപ്ഷൻസിന്റെ ശരിയായ ക്രമവും നമ്മൾ കണ്ടു കഴിഞ്ഞു. സെറ്റ് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആയപ്പോൾ കുറെ കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 7-8 ക്വസ്റ്റ്യനോളം നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻസ് മാത്രമല്ല കണ്ടത്, ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ള തെറ്റായിട്ടുള്ള ഓപ്ഷൻസിന്റെ ശരിയായ ക്രമം കൂടി നമ്മൾ പഠിച്ചു വെച്ചു. എന്തിനാണ് നമ്മൾ അങ്ങനെ പഠിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നത് അതിലെ ഓപ്ഷൻസ് ആണ്. ഒരുപോലെയുള്ള അല്ലെങ്കിൽ ശരിയാണ് എന്ന് തോന്നിക്കുന്ന നിരവധി ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടാകാം. ആ ഓപ്ഷൻസിലെ തെറ്റ് എന്താണെന്ന് കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ശരിയായ ക്രമത്തിൽ എഴുതി പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ അഗ്രഗണ്യരാകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അഗ്രഗണ്യരൊന്നും ആയില്ലെങ്കിൽ പോലും ഈ പരീക്ഷ എഴുതാൻ പാകത്തിൽ നമ്മൾ കൃത്യമായി ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെങ്കിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ സജഷൻസും പറയുക. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഈ ഭാഗത്തിലെ വാക്യശുദ്ധി എന്നുള്ള ഭാഗത്തിലെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.